എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുട്ടികൾക്കായി ഒരു ചെറിയ കഥ, പാതാള രാവണൻ. ഇതാണ് കഥ. വിഷ്ണു ഭഗവാനെ രാക്ഷസ വംശത്തിൻ്റെ വിനാശകനായാണ് അസുരന്മാർ കാണുന്നത്. ഈ വിഷ്ണുവിനെ ഭയന്ന് ഒരു കൂട്ടം രാക്ഷസന്മാർ പാതാളത്തിലേക്ക് ഓടിപ്പോയി. അവരുടെ നേതാവാണ് പാതാള രാവണൻ. ബ്രഹ്മാവിനെ തപസ് ചെയ്ത് അസാധാരണ വരങ്ങൾ നേടിയിട്ടുണ്ട് ഈ പാതാള രാവണൻ. അതിലൊന്ന് അയാൾ ഭദ്രമായി സൂക്ഷിക്കുന്ന ഇന്ദ്രനീലരത്നമാണ്. അത് പൊട്ടിയാൽ മാത്രമേ തനിക്ക് മരണം സംഭവിക്കുകയുള്ളൂ എന്നാണ് വരം. പാതാള രാവണനും ലങ്കാധിപതി രാവണനും സുഹൃത്തുക്കളായിരുന്നു. മായാതന്ത്രപ്രയോഗങ്ങളിൽ അതിവിദഗ്ധനായ ഒരു സഹോദരനും പാതാള രാവണനുണ്ട്. പേര് കുംഭോദരൻ. രാവണപുത്രന്മാരെല്ലാം യുദ്ധത്തിൽ മരിച്ചു. ഇന്ദ്രജിത്തായിരുന്നു അവസാനം കൊല്ലപ്പെട്ടത്. ഇന്ദ്രനെ ജയിച്ചവനായിരുന്നു ഇന്ദ്രജിത്ത്. അയാളും മരണമടഞ്ഞപ്പോൾ രാവണൻ തികച്ചും നിസ്സഹായനായി. രാമലക്ഷ്മണന്മാരെയും വാനരപ്പടയെയും നശിപ്പിക്കുവാൻ തന്നെ ഇറങ്ങി പുറപ്പെടുകയും ചെയ്തു. എന്നാൽ രാവണന് തോറ്റു പിന്മാറേണ്ടി വന്നു. അങ്ങനെ നിരാശനായ രാവണൻ ഒരു ദൂതനെ അയച്ച് പാതാള രാവണനെയും സഹോദരൻ കുംഭോദരനെയും ലങ്കയിലേക്ക് വരുത്തി. യുദ്ധം ജയിക്കാൻ എങ്ങനെ നീങ്ങണമെന്ന് അവരുമായി ആലോചിച്ചു. രാവണപക്ഷത്തെ സൈന്യങ്ങൾ മിക്കവാറും നശിച്ചു കഴിഞ്ഞ സാഹചര്യത്തിൽ യുദ്ധം ശരിയാവില്ല. മായാപ്രയോഗത്തിൽ രാമനെയും ലക്ഷ്മണനെയും തോൽപ്പിക്കാം എന്ന് പറഞ്ഞ് പാതാള രാവണൻ ലങ്കയിൽ നിന്നും യാത്രയായി. പാതാള രാവണനും സഹോദരനും അദൃശ്യരായി ശ്രീരാമൻ്റെ താവളത്തിലൂടെ സഞ്ചരിച്ച് ശത്രുവിൻ്റെ സൈന്യങ്ങളെ നിരീക്ഷിച്ചു. പെട്ടെന്ന് കാര്യം നടത്തുക എളുപ്പമല്ലെന്ന് തോന്നിയ അവർ പാതാളത്തിലേക്ക് തിരിച്ചുപോയി. ഹനുമാൻ വാൾ ചുരുട്ടി ഒരു കോട്ട പോലെയാക്കി അതിന് മുകളിലിരുന്ന് നാലുപാടും ശ്രദ്ധിച്ച് ശ്രീരാമലക്ഷ്മണന്മാരെ സംരക്ഷിക്കുകയാണ്. പാതാള രാവണൻ ഇത് ശ്രദ്ധിച്ചിരുന്നു. പാതാളത്തിൽ ചെന്ന് എന്ത് ചെയ്യണമെന്നായി ആലോചന. ഹനുമാൻ്റെ വാൽക്കോട്ട വരെ പാതാളത്തിൽ നിന്നും ഒരു തുരങ്കമുണ്ടാക്കി രാത്രിയാവാൻ അവർ കാത്തിരുന്നു. രാത്രിയാണല്ലോ രാക്ഷസന്മാരുടെ പ്രവർത്തികൾ. ഹനുമാൻ്റെ കാവലിൽ രാമലക്ഷ്മണന്മാർ നല്ല ഉറക്കത്തിലായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ചെയ്യാം എന്നവർ കണക്ക് കൂട്ടി. ഹനുമാൻ ശ്രദ്ധയോടെയാണ് കാവലിരുന്നത്. ഇടയ്ക്കിടയ്ക്ക് ചുറ്റും പരിശോധിക്കും. അങ്ങനെ നോക്കിയിരുന്നിട്ടും അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ രാമനെയും ലക്ഷ്മണനെയും അവിടെ കാണാനില്ല. ബുദ്ധിശാലിയല്ലേ ഹനുമാൻ. വാൽക്കോട്ട പൊളിച്ചു നോക്കി. അവിടെ ഒരു തുരങ്കം കണ്ടു. ഹനുമാൻ വിഭീഷണനെ കാര്യങ്ങൾ ധരിപ്പിച്ചു. വിഭീഷണന് സംഗതികളുടെ കിടപ്പ് പിടികിട്ടി. ഹനുമാനും സുഗ്രീവനും വാനരപ്പടയും വിഭീഷണൻ്റെ നേതൃത്വത്തിൽ പാതാളത്തിലേക്ക് തിരിച്ചു. അവർ അവിടെയുള്ള മഹാകാളി ക്ഷേത്രത്തിലെത്തി. പാതാള രാവണനും സഹോദരനും രാമനെയും ലക്ഷ്മണനെയും മയക്കി തോളിലേറ്റി പാതാളത്തിലേക്ക് കൊണ്ടുപോകുന്നതും അവരെ ഒരു മഹാകാളി ക്ഷേത്ര അങ്കണത്തിൽ കൊണ്ടുപോയി കിടത്തുന്നതും വിഭീഷണൻ തൻ്റെ ജ്ഞാനദൃഷ്ടിയിൽ കണ്ടിരുന്നു. അതുകൊണ്ടാണ് വിഭീഷണനും കൂട്ടരും നേരെ കാളീക്ഷേത്രത്തിലേക്ക് പോയത്. പ്രഭാതത്തിന് മുമ്പ് രണ്ടുപേരെയും കാളിക്ക് ബലി കൊടുക്കുക എന്നതായിരുന്നു പാതാള രാവണൻ്റെ ലക്ഷ്യം. നരബലിക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി. പൂജാതി കർമ്മങ്ങൾ ആരംഭിച്ചു. വിഭീഷണൻ്റെ നിർദ്ദേശപ്രകാരം പാതാള രാവണൻ അന്തപുരത്തിൽ സൂക്ഷിച്ചിരുന്ന വരമണി ഹനുമാൻ കൈക്കലാക്കിയിരുന്നു. അത് സുരക്ഷിതമായിരുന്നാൽ പാതാള രാവണനെ കൊല്ലാനാവില്ല. അങ്ങനെയൊരു വരം ആ രാക്ഷസൻ നേടിയിട്ടുണ്ട്. ആ കഥ വിഭീഷണന് അറിയാമായിരുന്നു. ഹനുമാനും പാതാള രാവണനും തമ്മിൽ യുദ്ധം ആരംഭിച്ചു. എന്നാൽ അത് വളരെ നേരം നീട്ടിക്കൊണ്ടുപോകുവാൻ ഹനുമാൻ ശ്രമിച്ചില്ല. കൂടുതൽ സമയം കളയുവാനില്ല എന്ന ചിന്ത ഹനുമാനുണ്ടായിരുന്നു. ഹനുമാൻ പെട്ടെന്ന് ഈ രാക്ഷസനെ കൊല്ലണം എന്ന് തീരുമാനിച്ചു. ഈ മണി സുരക്ഷിതമായിരുന്നാൽ മരണം സംഭവിക്കില്ല. വിഭീഷണൻ്റെ നിർദ്ദേശപ്രകാരം ഹനുമാൻ വീരമണി എടുത്തിരുന്നു. മാരുതി ആ രത്നത്തെ വായയിൽ അടച്ചു പിടിച്ചിരിക്കുകയായിരുന്നു. എത്രയും വേഗം പാതാള രാവണനെ വധിക്കണമെന്ന ചിന്ത വന്നപ്പോൾ വായിലിട്ടിരുന്ന രത്നം കടിച്ചു പൊട്ടിച്ച് ഒരു തുപ്പു തുപ്പി. പാതാള രാവണൻ മലർന്നടിച്ച് ഒരു വീഴ്ച. ആ രാക്ഷസൻ്റെ കഥ തീർന്നു. പാതാള രാവണനെ വധിച്ച് വാനരപ്പട വിഭീഷണൻ്റെയും ഹനുമാൻ്റെയും നേതൃത്വത്തിൽ രാമലക്ഷ്മണന്മാരെ തോളിലേറ്റി മതിച്ച് തിമർത്ത് ലങ്കയിൽ എത്തിച്ചേർന്നു. ഇതാണ് കഥ.